കഴിഞ്ഞ ദിവസമാണ് ട്രഷറിയിൽ പണമില്ലാത്തതിനാൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. അന്നേ നമ്മൾ പറഞ്ഞിരുന്നതാണ് സർക്കാരിന്റെ ട്രഷറിയിൽ എത്രമാത്രം പണമില്ലെങ്കിലും പിണറായി വിജയനും കൂട്ടർക്കുമൊക്കെ എന്തിനും പണം ഉണ്ടാകുമെന്ന്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ്. ഇതോടെ സംസ്ഥാനത്ത് ശമ്പള വർധന കിഫ്ബി CEO കൂടിയായ ഇദ്ദേഹത്തിന് മാത്രമാണ് എന്നാണ് അവസ്ഥ. 2022-23 42.49 ലക്ഷമായിരുന്നു എബ്രഹാമിന്റെ വാർഷിക ശമ്പളം. 2023-24 അത് 46.9 ലക്ഷമായി. KM എബ്രഹാമിന്റെ വാർഷിക ശമ്പളം ഉയർന്നുവെന്ന് കിഫ്ബിയുടെ 2023-24 വാർഷിക റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഒരു വർഷം 3.5 ലക്ഷത്തിലേറെ രൂപയുടെ ശമ്പള വർധന. 2023-24 വാർഷിക റിപ്പോർട്ട് പ്രകാരം എബ്രഹാമിന്റെ ഒരു മാസത്തെ ശമ്പളം 3.84 ലക്ഷമാണ്. കരാർ നിയമനത്തിലാണ് എബ്രഹാം കിഫ്ബിയിൽ ജോലി ചെയ്യുന്നത്. കരാർ നിയമനമായതുകൊണ്ട് ചീഫ് സെക്രട്ടറിയായി വിരമിച്ച പെൻഷന് ലഭിക്കും. ശമ്പളവും പെൻഷനും ഉൾപ്പെടെ 6 ലക്ഷത്തിൽ കൂടുതൽ പ്രതിമാസം ലഭിക്കുന്ന ഉദ്യോഗസ്ഥനാണ് KM എബ്രഹാം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3 വർഷമായി ക്ഷാമബദ്ധിയും ക്ഷാമ ആശ്വാസവും നിഷേധിക്കുമ്പോഴാണ് 2018 വിരമിച്ച KM എബ്രഹാമിനെ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ വാരിക്കോരി നൽകുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ലെങ്കിലും KM എബ്രഹാം എന്ന വിശ്വസ്തന് ശമ്പളം ഓരോ വർഷവും കൂട്ടിക്കൊടുക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശുഷ്കാന്തി എടുത്തു തന്നെ പറയേണ്ടതാണ്. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ സാക്ഷി പറഞ്ഞ വ്യക്തിയാണ് KM എബ്രഹാം. പിണറായി എബ്രഹാമിന് വാരിക്കോരി ലക്ഷങ്ങൾ നൽകുന്നതും ക്യാബിനറ്റ് റാങ്ക് നൽകുന്നതിന്റെ പിന്നിൽ ലാവ്ലിൻ തന്നെ എന്ന് വ്യക്തമാവുകയാണ്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയപ്പോൾ പോലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ 1-ാം തീയതി ശമ്പളം കിട്ടിയ അപൂർവം ചില ഭാഗ്യശാലികളിൽ ഒരാൾ തന്നെയാണ് KM എബ്രഹാം. ഇതിൽ നിന്ന് തന്നെ പിണറായി വിജയന് KM എബ്രഹാമിനോടുള്ള താല്പര്യം എത്രമാത്രമാണെന്ന് തിരിച്ചറിയാനും സാധിക്കും. ഏതായാലും പിണറായി വിജയനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും വലിയ രീതിയിലുള്ള സഹായം ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാനും കഴിയും.